ആകാശത്ത് വീണ്ടും ശുക്രൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ശുക്രൻ മാസങ്ങൾ നീണ്ട തന്റെ ശൈത്യകാല അവധി അവസാനിപ്പിച്ച പൂർണ്ണപ്രഭയോടെയാണ് മടങ്ങിയെത്തിയിരിക്കുന്നത്. ഇത്തവണ വാനനിരീക്ഷകർക്കായി ചില സർപ്രൈസുകൾ കൂടി ശുക്രൻ കരുതിവെച്ചിട്ടുണ്ട്. കണ്ണിന് വിരുന്നൊരുക്കി വീണ്ടും ആകാശത്തിത മറ്റൊരു അപൂർവ കാഴ്ച. സൂര്യാസ്തമയത്തിനു ശേഷം പടിഞ്ഞാറൻ ചക്രവാളത്തിൽ അതീവ തെളിച്ചത്തോടെ ശുക്രൻ വീണ്ടും എത്തി. അതെ, ആകാശത്തിന്റെ ക്യാൻവാസിൽ വീണ്ടും വർണ്ണങ്ങൾ വിതറി ശുക്രൻ തിരിച്ചെത്തിയിരിക്കുന്നു. കഴിഞ്ഞ ഡിസംബർ മുതൽ ശൈത്യകാലത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ശുക്രൻ. ശൈത്യകാല അവധി അവസാനിച്ച ഇതാ പൂർണ്ണപ്രഭയോടെയാണ് ശുക്രൻ മടങ്ങിയെത്തിയിരിക്കുന്നത്. 2025 ഭൂരിഭാഗവും പുലർച്ചെയിലായിരുന്നു ശുക്രനെ എല്ലാവരും കണ്ടിരുന്നത്. എന്നാൽ ഇനി വരാനിരിക്കുന്ന 5 മാസക്കാലം സന്ധ്യാസമയങ്ങളിലാണ് ശുക്രനെ കാണാൻ സാധിക്കുക. നമ്മുടെ ഈ അയൽക്കാരൻ ഗ്രഹത്തിന് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ കൃത്യമായ ഒരു താളമുണ്ട്. 8 ഭൗമവർഷങ്ങൾക്കിടയിൽ സൂര്യനു ചുറ്റും 13 തവണ വലം വയ്ക്കുന്ന ശുക്രൻ ആകാശത്ത് മനോഹരമായ ഒരു കാഴ്ച വിരുന്ന് തന്നെയാണ് നൽകുന്നത്. ഇത്തവണത്തെ ശുക്രൻ വരവിന് പ്രത്യേകതകളുണ്ട്. 8 വർഷം മുമ്പ്, അതായത് 2018 ആകാശത്ത് എവിടെയായിരുന്നു ശുക്രൻ കണ്ടത്, അതേ സ്ഥാനത്ത് തന്നെയാണ് 2026 നാം ഈ ശുക്രനെ കാണുന്നത്. കാലം പിന്നിലേക്ക് സഞ്ചരിക്കുന്നത് പോലെ തോന്നുമെന്നത് തന്നെയാണ് അത്ഭുതം. ഈ വർഷത്തിന്റെ തുടക്കത്തിൽ ജനുവരി 6-ാം തീയതി ശുക്രൻ സൂര്യന് പിന്നിലായി മറയുന്ന ഉപരിഗ്രഹ സംയോജനമെന്ന അവസ്ഥയിലായിരുന്നു ദൃശ്യമായത്. സൂര്യന്റെ അതിശക്തമായ പ്രകാശവലയത്തിൽ മുങ്ങിപ്പോയതിനാൽ ഫെബ്രുവരി പകുതി വരെ നമുക്ക് ശുക്രനെ കാണാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഓരോ ദിവസവും കഴിയുന്തോറും സൂര്യന്റെ പ്രഭയിൽ നിന്ന് മാറി നീങ്ങിയ ഗ്രഹം പതുക്കെ പതുക്കെ ആകാശത്തേക്ക് തന്റേതായ സാന്നിധ്യം അറിയിച്ചു തുടങ്ങി. മാർച്ച് മാസമായപ്പോഴേക്കും വൈകുന്നേരങ്ങളിൽ ഏറ്റവും തിളക്കമുള്ള രീതിയിൽ ഈ ഗ്രഹം മാറിക്കഴിഞ്ഞു. മാർച്ച് മാസത്തിന്റെ തുടക്കത്തിൽ സൂര്യാസ്തമയം കഴിഞ്ഞ വെറും 60 മിനിറ്റ് മാത്രം ആകാശത്ത് നിന്നിരുന്ന ശുക്രൻ മാസം അവസാനമായപ്പോഴേക്കും 100 മിനിറ്റിലധികം സമയം ആകാശത്ത് തുടർന്നു. ഇപ്പോൾ ആകാശം പൂർണ്ണമായും ഇരുണ്ടു കഴിഞ്ഞാലും ശുക്രൻ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ തിളങ്ങി നിൽക്കുന്നത് കാണാൻ സാധിക്കും. ഈ തിളക്കം ഓഗസ്റ്റ് മാസം വരെ കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ വെറും ഒരു തിളക്കമുള്ള ഗ്രഹം എന്നതിലുപരി വാനനിരീക്ഷകർക്ക് വലിയൊരു സർപ്രൈസ് തന്നെയാണ് ശുക്രൻ ഒരുക്കി വച്ചിരിക്കുന്നത്. ഏപ്രിൽ 23-ാം തീയതി ശുക്രൻ ആകാശത്തെ ഒരു വഴികാട്ടിയായി മാറുമെന്നാണ് പറയുന്നത്. സാധാരണഗതിയിൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പ്രയാസമുള്ള യുറാനസ് ഗ്രഹത്തെ കണ്ടെത്താൻ ശുക്രൻ നമ്മളെ സഹായിക്കുമെന്നും പറയുന്നു. അന്ന് വൈകുന്നേരം ശുക്രന്റെ തൊട്ടടുത്തായി വലതുവശത്ത് വെറും 3/4 ഡിഗ്രി അകലത്തിൽ യുറാനസ് ഉണ്ടായിരിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ശുക്രനെ വെച്ച് കണക്കാക്കുമ്പോൾ യുറാനസ് എത്രയോ മങ്ങിയതാണ്. എന്നാലും ശുക്രനെ ലക്ഷ്യം വെച്ച് ടെലിസ്കോപ്പോ ബൈനോക്ലോറോ തിരിക്കുന്നവർക്ക് യുറാനസിനെ എളുപ്പത്തിൽ കാണാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.